ഐ നോബഡി കണ്ട് ഇറങ്ങിയേ ഉള്ളൂ. ഒരു മികച്ച സ്റ്റാർട്ടായിരുന്നു പടം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സീൻ തന്നെ പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് സീൻ തന്നെ നമ്മളെ ഒരു ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ചില മൂവീസിലൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറേ അവരുടെ ഓരോ പ്രൊഡക്ഷൻ കമ്പനി, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഒക്കെ ലോഗോ കാണിച്ച് അവർക്ക് കുറേ മ്യൂസിക് ഇട്ട് കുറേ സമയം വേസ്റ്റ് ആകുന്നതിന് പകരം ഇവർ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ സ്റ്റോറി നരേഷൻ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. എവരി വൺ ഷുഡ് ഫോളോ ദാറ്റ് ഐ തിങ്ക്. അപ്പോൾ നമ്മളൊക്കെ ഓഡിയൻസ് പോയപ്പോൾ തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാതെ കുറച്ച് സിനിമയിൽ ഗ്ലൂ ചെയ്യാൻ കുറച്ച് അത് ഹെൽപ്പ് ചെയ്യും. പടത്തിൽ സെറ്റിൽ ആവാൻ ടൈമൊന്നും വേണ്ട. നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ നമ്മൾ പടത്തിൽ ടോട്ടലി ഇന്നാണ്. ഫസ്റ്റ് ഹാഫ് എൻഡ് വരയ്ക്കും നല്ല രീതിയിൽ റേസി ആയിട്ട് ഒരിടത്തും ബോറടിപ്പിക്കാത്ത നല്ലൊരു ഒരു സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ നരേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. മേക്കിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ ചില ഷോട്ടുകളൊക്കെ മൊബൈൽ ക്യാമറയിൽ എടുത്തതായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഐഫോണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോസസ് ചെയ്ത് നമുക്ക് കാണിക്കാം. പക്ഷേ അതെന്താ സംഭവിച്ചെന്ന് അറിയില്ല. സോ ദാറ്റ് വാസ് ഓഫ്. പക്ഷേ അതർവൈസ് മ്യൂസിക് ആയാലും എല്ലാം മ്യൂസിക്കിൽ ചില സ്ഥലത്തൊക്കെ വരുന്ന മ്യൂസിക്കൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ കാണുന്ന മ്യൂസിക്കൊക്കെ ഉണ്ട്. ബട്ട് നെവർ മൈൻഡ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് എൻഡ് വരെ മൂവി വളരെ 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 ഗംഭീര ഫീലിംഗ് ആണ്. ഈ പടം കത്തുമെന്ന് ഞാൻ തീരുമാനിച്ചു. Then there comes the second half. Almost half of the second half വരയ്ക്കും കുഴപ്പമില്ലാണ്ട് മൂവി പോയി. പിന്നെ അങ്ങ് കല ഉടച്ചതുപോലെയായിരുന്നു പരിപാടികൾ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ലാസ്റ്റ് ഒരു നരേറ്റീവൊക്കെ കൊണ്ടുവന്നു, കുറച്ച് കഥ ഭയങ്കര കുറച്ചുകൂടെ ഹൈ ലെവലിലോട്ട് മാറ്റി. ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒട്ടും വർക്കായില്ല. ഇറ്റ് ഡിഡ്ന്റ് കണക്ട് മീ അറ്റ് ഓൾ. അങ്ങനെയൊക്കെ സംഭവിക്കും, അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ എന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ മൂവി തീരുമ്പോൾ ആ മൂവി തരുന്ന മെസ്സേജ് എന്താണ്, വാട്ട് ദ ഡയറക്ടർ ഇസ് ട്രൈങ് ടു കൺവേ. ഇഫ് സി ദേ ആർ ടോക്കിംഗ് അബൌട്ട് പാരന്റിങ്, റിലേഷൻഷിപ്പ്, all that things are coming in between. But see, if it is a moraling class, then how come the climax will work? The climax is not like aligned with whatever the director was trying to say, no? സോ അങ്ങനെ നല്ലൊരു പടമായിരുന്നു. അടിപൊളി സ്ക്രിപ്റ്റും നല്ല മേക്കിംഗ് ഒക്കെ ഉള്ള ഒരു പടമായിരുന്നു. പക്ഷേ സ്റ്റണ്ട് കോറിയോഗ്രാഫി എനിക്ക് തോന്നുന്നു 5 മുകളിൽ സ്റ്റണ്ട് സീൻസ് ഉണ്ട്. എല്ലാം ഭയങ്കര എലോങ്ങേറ്റഡ് ആണ്. ലൈക്ക് അത്രയും ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ല. ഫൈറ്റൊക്കെ ഭയങ്കര ക്രിസ്പായിട്ട് ഒരു 3-4 പഞ്ച് തീർക്കാനുള്ള ഫൈറ്റേ ഉള്ളൂ. ബിക്കോസ് അത്ര വലിയ വില്ലന്മാരൊന്നും അല്ല ലൈക്ക് ഹീസ് ഫൈറ്റിംഗ് വിത്ത്. സോ ഹി ക്യാൻ ജസ്റ്റ് ഭയങ്കര ക്രിസ്പായിട്ട് ആ ഫൈറ്റ് തീർത്താൽ കുറെ കൂടെ നല്ല ഹോൾഡിംഗ് ആയിരുന്നു തന്നെ. പക്ഷേ ചില ഫൈറ്റുകളൊക്കെ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും, അത്രയ്ക്ക് ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്. സ്റ്റണ്ട് കോറിയോഗ്രാഫിയാണ് കുറച്ച് വീണ് പോയതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ക്ലൈമാക്സ് ബെറ്റർ റൈറ്റിംഗ് വാസ് നീഡഡ്.